ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ മട്ടത്തൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിലാണ് മട്ടത്തൂർ എന്ന സുന്ദരമായ ഗ്രാമം. മട്ടത്തൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് തൃശ്ശൂരിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട്. മട്ടത്തൂരിന് സമീപത്ത് തന്നെയാണ് കോടശ്ശേരി എന്ന മനോഹരമായ സ്ഥലവും. ഇവിടെ അടുത്ത് തന്നെയാണ് ശ്രീകൃഷ്ണന്റെ അമ്പലവും ഒരു ഇന്റർനാഷണൽ ഗോശാലയും ഉള്ളത്. പ്രകൃതി കനിഞ്ഞു അനുഗ്രഹിച്ച് നൽകിയ സ്ഥലമാണ് മട്ടത്തൂരും കോടശ്ശേരിയും. ഇവിടെ വലിയ മലകളാണ് ചുറ്റും. ആ വലിയ മലനിരകൾക്ക് കീഴെ മനോഹരമായ നെൽപ്പാടങ്ങൾ. അത്രയും മനോഹരമായ കാഴ്ച പ്രകൃതി നമുക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്ത് മനോഹരമായ സ്ഥലം ആണെന്നറിയ ഇവിടെ. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയിട്ട് അങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇത്ര നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ തൃശ്ശൂരുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം കേട്ടോ. ഈ നെൽപ്പാടങ്ങളൊക്കെ നോക്കിയേ, എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇതെല്ലാം. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ അതിമനോഹരമായ സ്ഥലമല്ലേ ഇത്. ഈ മൺ റോഡിന്റെ രണ്ട് സൈഡിൽ കൂടി വരുന്ന നീരുറവകൾ ആ വലിയ മലകളുടെ മുകളിൽ നിന്ന് വരുന്ന നീരുറവിൽ നിന്നും വരുന്നതാണ് കേട്ടോ. ഈ നീരുറവിലെ വെള്ളത്തിന് നല്ല തണുപ്പാണെന്ന് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. ഒന്ന് വെള്ളത്തിലിറങ്ങി നോക്കാനും പറഞ്ഞു. വെള്ളത്തിലിറങ്ങിയപ്പോൾ നല്ല തണുത്ത വെള്ളം. ഈ മൺചാലിൽ കൂടി വെള്ളം വന്നിട്ടും വെള്ളം നല്ല തെളിനീര് പോലെയാണ് ഇരിക്കുന്നത്. ഈ മനോഹരമായ നെൽപ്പാടത്തിന് അറ്റത്ത് കുറെ മരങ്ങൾ വയലിൽ നിൽക്കുന്നത് കണ്ടു. അവിടെയാണ് ശ്രീകൃഷ്ണന്റെ അമ്പലം. നമ്മൾ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ മലകളുടെ താഴെ വീടുകളൊക്കെ ഉണ്ട്. അവിടെ 1-2 പശുക്കളും മേയുന്നുണ്ട്. അവയ്ക്ക് കഴിക്കാനായിട്ട് പുല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവിടെ ഒരു വീടോ ഓഫീസോ ആരും താമസിക്കാതെ ആകെ പുല്ലൊക്കെ കയറി നശിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം. പ്രകൃതി ഭംഗി കാണാൻ എല്ലാവരും കൊല്ലങ്കോടൊക്കെയാണ് പോകുന്നത്. ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ തൃശ്ശൂരുള്ളപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടാസ്വദിക്കേണ്ടത്. ഇവിടെ രാവിലെയും വൈകുന്നേരവും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇന്റർനാഷണൽ ഗോശാലയിലെ പശുക്കളൊക്കെ പുല്ല് കഴിക്കാനൊക്കെ വരും. ഒരുപാട് നല്ല ഭംഗിയുള്ള പശുക്കളാണ് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഗോശാലയിലുള്ളത്. അതൊക്കെ നമുക്ക് പോയി കാണാട്ടോ. നമുക്ക് മലയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. മലയുടെ അടുത്ത് എത്തുന്നത് വരെ കണ്ണെത്താ ദൂരത്തോളം നയനമനോഹരമായ നെൽപ്പാടങ്ങൾ തന്നെയാണ്. മൺ റോഡിന്റെ രണ്ട് സൈഡിൽ കൂടി അരുവികൾ ഒഴുകി വരുന്നതും കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. എത്ര സമയം ഇവിടുത്തെ പ്രകൃതി മനോഹാരിത ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല. വീട്ടിലേക്ക് പോകാൻ നമുക്ക് തോന്നില്ല, അത്രയും മനോഹരമാണ് ഇവിടെ. നമ്മൾ മലയുടെ അടുത്ത് എത്താറായപ്പോൾ മല കാണാനില്ല. മരങ്ങളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇവിടെ വരെ ജനങ്ങൾക്ക് പോകാൻ അനുമതിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ ആരും മലയിലേക്ക് കയറാനൊന്നും നോക്കരുതിട്ട്. ഫോറസ്റ്റ് ഓഫീസർമാർ കണ്ടാൽ കേസെടുക്കും. ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾ പൊക്കോ, വയലിലോ വെള്ളത്തിലോ ഇറങ്ങി നടന്നോ, ഒരു കുഴപ്പവുമില്ല എന്നും അവർ പറഞ്ഞു. എന്തായാലും വന്നതല്ലേ, നമുക്ക് വിലയിൽ കൂടി ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയാലോ.
ഞാറൊക്കെ വലുതായി വരുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ണത്താ ദൂരത്തോളം നെൽവയലാണ്. ഇത് കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന മരങ്ങളൊക്കെയുള്ള ആ മനോഹരമായ വയലിലാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഗോക്കളൊക്കെ മേയാൻ വരുന്നത്. നമ്മൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ മനോഹരികളായ പശുക്കളെ നമുക്കും കാണാമായിരുന്നു. ഈ വയലിലെ ഞാറൊക്കെ വലുതായി നെൽച്ചെടികളാകുമ്പോൾ ഈ വയൽ കൂടുതൽ മനോഹരിയായാണ്. ഈ മനോഹരമായ വയലിലെ പറമ്പിൽ കൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ചെറിയ വരമ്പാണ്. താഴേക്ക് നോക്കി നടന്നില്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഞാറ് നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വലുതായി വരുന്നേ ഉള്ളൂ നമ്മുടെ നെൽച്ചെടികളൊക്കെ. എന്നാലും അതിമനോഹരമല്ലേ നമ്മുടെ ഈ നെൽപ്പാടം. വരാൻ പറ്റുന്നവരൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പൊക്കോളോട്ടെ. മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ. പിന്നെ നല്ല മനോഹരമായ സ്ഥലവും. മലമുകളിൽ നിന്നും നീരുറവ വരുന്നത് നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാട്ടെ. ദേ അങ്ങോട്ട് നോക്കി, നീരുറവ വരുന്നത് കണ്ടോ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ എന്ത് മനോഹരമാണ് ആ കാഴ്ച. 3 കിളികൾ ഇലക്ട്രിക് ലൈനിൽ ഇരിക്കുന്നത് നോക്കിയേ. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ പോകുമ്പോൾ കോടശ്ശേരി എന്ന ഒരു മനോഹരമായ ഗ്രാമപ്രദേശത്തെത്തും. കോടശ്ശേരിയും അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്ത പ്രകൃതിയും മലകളും നെൽപ്പാടങ്ങളും ഇവിടെയും ഉണ്ട്. ഇവിടുത്തെ മനോഹാരിത പറഞ്ഞാലൊന്നും തീരില്ല. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമായ സ്ഥലമാണ് ഇവിടെ. ഇവിടെ വന്നിട്ട് കാണണം ഇവിടുത്തെ സ്ഥലങ്ങളുടെ ഭംഗി. അത്രയും മനോഹരമായ സ്ഥലമാണ് കാവശ്ശേരി. ഇവിടെ ചുറ്റും വലിയ മലകളാണ്. അധികം വീടുകളൊന്നുമില്ല ഇവിടെ. ശരിക്കും ഒരു മലയോര പ്രദേശമാണ് ഇവിടെ. ഫാമിലീസിനും ഫ്രണ്ട്സിനും കപ്പിൾസിനും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. നെൽവയലുകളും തെങ്ങുകളും മരങ്ങളും മലകളും നിറഞ്ഞ ഒരു മനോഹരമായ ഗ്രാമമാണ് കോടശ്ശേരി. പേര് പോലെ തന്നെ മഴയൊക്കെ പെയ്താൽ മലമുകളിൽ നല്ല കോട വരും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ മുന്ന് കണ്ട വയലിനേക്കാൾ മനോഹരമാണ് ഇവിടെ. നെൽച്ചെടികളൊക്കെ വളർന്നു തുടങ്ങി. അത് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ തോന്നുന്നു. ഇവിടെ ഞാറ് നട്ടിട്ട് നെൽച്ചെടി വളർന്നു വരുന്നേ ഉള്ളൂ. വയലിന്റെ അറ്റത്ത് 2-3 ചേച്ചിമാരും ഒരു ചേട്ടനും കൂടി പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് മനോഹരമായ സ്ഥലമാണല്ലോ ഇവിടെ. ആ മലയുടെ മുകളിൽ നിന്ന് ഉറവ വന്ന് വെള്ളം ഒഴുകുന്നത് കണ്ടോ. ചെറുതായി മഴ പെയ്ത് തുടങ്ങിയിട്ടാ ഇവിടെ. നിഖിൽ ബ്രോയും ഉണ്ട് കേട്ടാ എൻ്റെ കൂടെ ഇന്ന്. ഇപ്പോൾ നല്ല മഴയായിട്ടാണ്. ഇപ്പോൾ മലയിൽ കോട വന്ന് മല കാണാൻ പോലും പറ്റുന്നില്ല. കണ്ടത്. മഴ ചെറുതായി ഒന്ന് കുറഞ്ഞപ്പോൾ കോട കുറഞ്ഞ് ഒരു മല കറക്റ്റായി കാണാൻ പറ്റുന്നുണ്ട്. കണ്ടത്. ആ മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ. മഴ മാറുന്നതിനനുസരിച്ച് കോടയും കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ദേ കണ്ട, നെൽച്ചെടികളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കിവിടെ വന്നതല്ലേ, നമുക്കൊന്ന് വയലിലേക്ക് ഇറങ്ങി നോക്കിയാലോ.
മുകളിലെ വയലിൽ നിന്ന് ചെറുതായി വെള്ളം ഒഴുകി താഴത്തെ വയലിലേക്ക് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. വാ, നമുക്ക് ഈ മനോഹരമായ വയലിലെ പരമ്പിലൂടെ ഒന്ന് നടന്ന് വയലിന്റെ മനോഹര കാഴ്ച ആസ്വദിച്ചിട്ട് വരാം. ഈ വയലിലെ നടവരമ്പ് കുറച്ച് വീതി കൊണ്ടിട്ട്, അതുകൊണ്ട് വരമ്പിലൂടെ നടക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ മുന്നു പോയ വയലിലെ വരമ്പിൽ കൂടി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് മനോഹരമായ സ്ഥലമാണ് ഇവിടെ അല്ലേ. എത്ര കണ്ടിട്ടും ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല. അത്രയും മനോഹരമായ സ്ഥലം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഗോശാലയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടും നമുക്ക് ഒരുമിച്ച് പോയി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം കേട്ടോ. മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ. ഇപ്പോൾ മലമുകളിലെ കോടയൊക്കെ പോയി മല കാണാൻ നല്ല ഭംഗിയായില്ലേ. ഇവിടുത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഗോശാലയിലേക്ക് പോവാം. വായോ. ഈ മലയോര ഗ്രാമത്തിന്റെ സൗന്ദര്യം കണ്ടത് പറഞ്ഞു തീർക്കാനും കണ്ടു തീർക്കാനും നമുക്ക് പറ്റില്ല. ഇവിടെ നോക്കി ഒരു ചെറിയ ബണ്ട്, അതിലെ മലയുടെ മുകളിൽ നിന്നും വരുന്ന വെള്ളം ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ റംബൂട്ടാൻ തോട്ടങ്ങൾ കണ്ടു, പിന്നെ നെൽപ്പാടവും. ഇതൊക്കെ കാണാൻ ഇങ്ങോട്ട് തന്നെ വരണം. റംബൂട്ടാൻ തോട്ടത്തിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ദിവസം നമുക്ക് പോകാം. ഇനി നമ്മൾ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഉള്ളിലേക്കുള്ള നടപ്പാത ടൈലുകളൊക്കെ വിരിച്ച് മനോഹരമാക്കി നല്ല വൃത്തിയിൽ ആണ് അവർ സൂക്ഷിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള മനോഹരമായ ഒരു പാർക്ക് അവർ ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മലയോര മേഖല ആയതുകൊണ്ടും അധികം വീടുകൾ ഇല്ലാത്തത് കൊണ്ടും അവധി ദിവസങ്ങളായ ശനിയും ഞായറുമാണ് ഫാമിലികളൊക്കെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരുന്നത്. ബാക്കി ദിവസങ്ങളിലൊന്നും തിരക്കുണ്ടാവില്ല ഇവിടെ. ഇവിടെയാണ് കുട്ടികളുടെ പാർക്കായ വൃന്ദാവനത്തിലേക്കുള്ള എൻട്രൻസ്. ഇതാണ് മെറി ഗോ റൗണ്ട്. ഇതാണ് 2 സീറ്റർ സീ സോ. ഇതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള മെറ്റൽ സ്വിങ്. ഇത് 4 സീറ്റർ റോക്കറാണ് കേട്ടോ. ഇത്
നെറ്റ് റോക്ക് ക്ലിംബറാണ്. ഇത് ഇവിടുത്തെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള മനോഹരമായ ഒരു കിണറാണ്. കുട്ടികൾക്കായിട്ടുള്ള ജംഗിൾ സ്ക്വയർ ജിമ്മാണിത്. ഇത് മൾട്ടിപ്ലൈ സ്റ്റേഷനാണ്. ഇതിനുള്ളിലെ മരങ്ങൾ ചെറിയ മതിലൊക്കെ കെട്ടി നന്നായി സംരക്ഷിച്ചാണ് വളർത്തുന്നത്. ഈ സീറ്റിൽ കുട്ടികളെ ഇരുത്തി ആ സ്റ്റിയറിംഗ് കറക്കി കൊടുത്താൽ തലകുത്തി മറിഞ്ഞും ചെരിഞ്ഞുമൊക്കെ കറങ്ങി കളിക്കുക അവർക്ക്. ഇത് സ്ലൈഡ് ചെയ്യാനുള്ള പ്ലേ സ്റ്റേഷനാണ്. ഇത് സ്ട്രൈറ്റ് റിവോൾവിംഗ് വേകളാണ്. ഇത് കുട്ടികൾക്കുള്ള സ്വിംഗ് ചെയറാണ്. ഇത് കുട്ടികൾക്ക് ചാടി കളിക്കാനുള്ള ജമ്പിംഗ് ബലൂൺ ബോൺ സ്ലൈഡാണ്. ഇത് നമ്മുടെ വൃന്ദാവനം പാർക്കിന്റെ റൈറ്റ് സൈഡാണ്. ഇവിടെയും മൾട്ടിപർപ്പസ് എക്യുപ്മെന്റ്സുകളും ഊഞ്ഞാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. ഇതാണ് ശ്രീകൃഷ്ണന്റെ ചെറിയൊരു അമ്പലം. ശ്രീകൃഷ്ണന്റെ ഗോശാലയിൽ വലിയ മനോഹരമായ പുല്ലാങ്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണന്റെയും പശുക്കിടാവിന്റെയും വിഗ്രഹമുണ്ട്. അതിമനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് കേട്ടോ. ഇതാണ് ശ്രീകൃഷ്ണന്റെ അതിഗംഭീരമായ ഗോശാല. ഇവിടെ ഒരുപാട് പശുക്കളും പശുക്കുട്ടികളും ഉണ്ട്. എല്ലാ പശുക്കളെയും കാണാൻ നല്ല ഭംഗിയുമുണ്ട്. നമ്മൾ രാവിലെ വന്നെങ്കിൽ ഈ പശുക്കളെയൊക്കെ താഴെയുള്ള നമ്മൾ ആദ്യം പോയ വയലിലൊക്കെ അഴിച്ചു വിടും മേയാനായിട്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണെന്ന് ഇവിടുത്തെ ഗ്രാമത്തിലെ ചേട്ടൻ പറഞ്ഞത്. നമ്മൾ വന്നത് വൈകുന്നേരം ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ പറ്റിയാണ്. സാരമില്ല, നമുക്ക് ഒരു ദിവസം കാലത്ത് വന്നിട്ട് ഗോശാലയും പശുക്കൾ മേയുന്ന ഒരു വീഡിയോയും എടുക്കാം. ആ മനോഹര കാഴ്ച നമുക്ക് ഒരുമിച്ച് പോയി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.